അപ്പോ ഞാനിപ്പോ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് ആരും ഉണ്ടാക്കി ഇത്രമാത്രം ഷെയർ ഇപ്പൊ നമ്മളിപ്പോ ഫാർമസി ഡിപ്ലോമ ആയാലും ബി ഫാർമസി ആയിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടുണ്ട് കാരണം വണ്ടർഫുൾ കോഴ്സാണ് നമ്മൾ അത് 100% ഗ്യാരണ്ടി. പിന്നെ പലർക്കും പല സ്കില്ലാണ് നമ്മൾ പഠിച്ചു വരുന്നത്, നമുക്ക് അതിന് ഡിഫിക്കൽട്ടി ഉണ്ടാകും. പക്ഷേ നമ്മൾ കംപ്ലീഷൻ ഓഫ് കോഴ്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ കോഴ്സ് we will be well versed in our subject and our language etc. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസരം ലക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ടൈം ലക്ക് തന്നെയായിരിക്കും. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ആരും തന്നെ വന്നിട്ട് നിനക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല. നമ്മൾ അത് എപ്പോഴും തന്നെ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ നമ്മളെ എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ വന്ന പഠിക്കുന്നത് ഇപ്പൊ ഞാൻ എന്തിനാണ്, ഞാൻ എന്ത് സ്പീച്ചാണ്, ഞാൻ എന്ത് ഡെലിബ്രേഷൻ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ പാസ് ഔട്ട് ആകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് കുറച്ച് ആൾക്കാർക്ക് 100% ഐഡിയ ഉണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് ഒരു 70% ആയിരിക്കും, കുറച്ച് ആൾക്ക് 50%. പക്ഷെ ഇതിലൊരു പെയിൻഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല ആൾക്കാരും ഈ വീട്ടിൽ തന്നെ നമ്മൾ ആയിപ്പോകും. എസ്പെഷ്യലി ഞാൻ കാണുന്ന ലേഡീസിലാണ്. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ഞാനൊരു നല്ല പഠിക്കുന്ന നമ്മുടെ ക്ലാസ്മേറ്റ്സ് അതിൽ തന്നെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മെഡിക്കൽ ഷോപ്പ് അതിൽ സമയം ട്രൈ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ 2 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് 4 വർഷം അല്ലെങ്കിൽ 6 വർഷം അപ്പൊ നമ്മൾ ആ സ്കില്ല് നമ്മളെ ഡെവലപ്പ് ചെയ്യണം. അതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി ഞാൻ അതൊരു എക്സസൈസ് ഡെലിബ്രേഷൻ കൊണ്ടുപോകുന്നത് പോയിന്റിലോട്ടായിരിക്കും ഞാൻ വരികയാണ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിറ്റിക്സ് ഉണ്ടാവും. 2 ക്യാമ്പ് 3 ക്യാമ്പ് എന്താണെന്ന് ന്യൂ ജനറേഷൻ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമാകരുത്. വി ഷുഡ് നോ പൊളിറ്റിക്സ് ബട്ട് ഡോണ്ട് പ്ലേ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അത് നമ്മുടെ കരിയറിനെ ഭയങ്കരമായിട്ട് അഫക്ട് ആകും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കമ്പനിയിലെ ഒരു റീജിയണൽ മാനേജർ സെയിൽസ് മാനേജർ. അപ്പൊ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്. പറയുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ. പുള്ളിക്കാരൻ ഒത്തിരി ജൂനിയർ, അതായത് ഇന്റർപേഴ്സൺ ബിറ്റ്വീൻ മീ ആൻഡ് ദ പർട്ടിക്കുലർ സെയിൽസ്. അപ്പൊ പുള്ളിക്കാരൻ നമ്മൾ ഒരു പക്ഷേ ഓഫീസ് കൊടുക്കാറ് കഴിഞ്ഞാൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസറിന് നമ്മളൊരു ന്യൂട്രൽ മട്ടിലേക്ക് ആലോചിച്ചാൽ എല്ലാത്തിനും കരിയർ ഓൾറെഡി സെയിൽസ് മാനേജർ എന്ന് പറയുന്ന വ്യക്തി ആണ് ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ സെക്രട്ടറി എന്ന് ആരായിരിക്കും? മാനേജർ. അവിടെ തുടങ്ങി പ്രശ്നമെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടുള്ളത് നമ്മളത് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ പോകുന്ന സമയത്ത് കുറച്ച് ടൈം നമ്മൾ ഹണിമൂൺ പീരീഡാണ്. നമ്മൾ അവിടെ ഏതൊക്കെ പൊളിറ്റിക്സ് ആണ് നടക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കും. നമ്മളൊരു 1% കൂടെ ആ പൊളിറ്റിക്സിന്റെ ഭാഗം ആകരുത്. കാരണം വെച്ചാൽ അത് നമ്മുടെ കരിയറിനെ എഫക്ട് ആകുന്നത്. 5 പേര് കണക്കാണ്. ഒരാൾക്ക് ശ്രദ്ധ ഉണ്ടാവും, ഒരാൾക്ക് ഈ കാര്യം. എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റത്തില്ല. നമുക്ക് ആങ്കർ വരും. ആങ്കർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. അപ്പോ നമ്മുടെ സാധാരണ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നതെന്ന് വെച്ചാല് ഒരാൾ ഷോപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിജയിക്കുന്നുള്ളൂ എന്നുള്ള ധാരണ നമുക്കുണ്ട്. അതല്ല, നമ്മൾ സൈലന്റ് ആയിരിക്കും. നമ്മുടെ ഡിഫറെന്റ് ലാംഗ്വേജസ് യൂസ്ലി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പക്ഷെ ജസ്റ്റ് പേ സൈലൻസ് അതിൽ തന്നെ എല്ലാം ഉണ്ട്. എന്താണ് സൈലൻസ്? എന്റെ ക്വാളിറ്റി ദൈവത്തിന്റെ ക്വാളിറ്റി അത് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ ആർ ക്വാളിഫൈഡ്. ഞാൻ ക്വാളിഫൈ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ഒത്തിരി VIPs നമ്മളൊക്കെ ഫ്ലൈറ്റ് യാത്രകളും ഒത്തിരി ആൾക്കാർ നമ്മളെ പരിചയപ്പെടുന്നുണ്ടാവുന്നുണ്ട്. അതിന് വെച്ചിട്ട് നമുക്ക് ക്വാളിറ്റി ഒത്തിരി ഫ്രണ്ട്സ് മാർക്കറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്.
അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഔട്ട് ദം ഫ്രം അവർ ഹാർട്ട്. നമുക്ക് ഒരാളുടെ കാര്യങ്ങൾ തന്നെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് 3 ways of communications are there. We can communicate through our mouth, by praying, and from bottom of our heart. നമ്മൾ എത്രയും ബോട്ടം ഓഫ് ഹാർട്ടിൽ തന്നെയായിരിക്കും. അതാണ് വാല്യൂബിൾ എന്ന് പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നമുക്ക് സ്പോയിൽ ആകില്ല. നമ്മുടെ ലൈഫിൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഇവിടെ തന്നെ 4 ഫ്രണ്ട്സ് രണ്ടാം പേര് മുമ്പാണ്. നിങ്ങളുടെ സ്കിൽ എന്ന് പറയുന്നത് 5 പേര് സ്കില്ലായിരിക്കും എന്ന് പറയുന്നത്. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് the person he has to take some person has to one year. പക്ഷേ എല്ലാവരുടെയും ഒബ്ജക്റ്റീവ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഇതിന്റെ പകുതി വഴിക്ക് വെച്ചിട്ട് ആരും തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നത് unless and until you finish achieve your target. നമ്മളത് പോകുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 3 ആൾക്കാരുടെയും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളെ അച്ചീവ് ചെയ്യും. നിങ്ങൾക്ക് ഓടാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാക്ക്. അതും പറ്റില്ലെങ്കിൽ ക്രോ. ഇതെല്ലാം എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഇതിനെല്ലാം ബിഹൈൻഡ് ഒരു ക്യാരക്ടർ നോക്കുക, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടാകും. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു നിങ്ങളോട് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മുടെ അനുഭവത്തിൽ നിന്ന് അത് ഞാൻ ഷെയർ ചെയ്യാനും കാരണം ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നിങ്ങളെല്ലാം കാണുന്ന സമയത്ത് എനിക്ക് സംഭവം കുറച്ച് അസൂയ വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഫാർമസി വലിയ ഹോളിൽ തന്നെ നമ്മളിപ്പോ തോന്നുന്നു നമ്മളൊരു എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് പിന്നെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഒരു ടൈം കഴിയുന്ന സമയത്ത് നമ്മൾ ഫാമിലിയിലേക്ക് പോകും. പിന്നെ നമ്മൾക്ക് റെസ്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെന്ന് പറയുന്നത് മോഡാണ്. അപ്പൊ ഞാൻ വലുതായി തന്നെ തിങ്ക് ചെയ്യാൻ വേണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മളിപ്പോ ഡിപ്ലോമ ഫാർമസി ആയാലും ഡി ഫാർമസി ആയാൽ തന്നെ ഒരു നല്ല കോഴ്സാണ് ചെയ്യുന്നത്. 4 വർഷം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ എന്ന് പറയുന്നത് നമ്മൾ എന്തിനായി പഠിക്കുന്നത് മണി അതുകൊണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസ് ആണ്. ബട്ട് പ്രൈം ഇമ്പോർട്ടൻസ് ഇസ് ദാറ്റ് ഓഫ് ഫാർമസി ഡിപ്ലോമ ആയാലും ഫീസ് എല്ലാം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലോൺ എടുത്തിട്ട് അറിയിക്കും. എല്ലാ ബേസിക് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അതിന് അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ 2 കാര്യം പറഞ്ഞു. ഓഫീസ് പൊളിറ്റിക്സ്, ഹാർഡ് വർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ വെച്ചേക്കാം. അതിനൊക്കെ പിന്നെ നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് ഗോസിപ്പ്, ജലസി ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് എല്ലാം നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പിംഗ്. അതെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് അവൻ അവിടെ എങ്ങനെയാണ് പ്രശ്നം നമ്മളവിടെ ഉപയോഗിക്കുന്ന എൻജോയ് എന്ന ഒരു വാക്ക് നമ്മൾ അവിടെ പറയുന്നുണ്ടെന്ന് ഇസ് വെരി ക്ലോസ് ടു മീ. അവിടെ പുള്ളിക്കാരനായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊസിഷനാണ് ഓൾറെഡി നിങ്ങളുടെ കമ്പനിയിൽ ഒരു വാക്കൻസിയോ എന്തെങ്കിലും വരികയാണ്. നിങ്ങളുടെ ഫ്രണ്ടിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ട് നമ്മൾ ഈ മാർക്കറ്റിംഗ് പോകുന്ന സമയത്ത് പല ഫ്രണ്ട്സും വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ നമ്മളെ സഹായിക്കും, കുറച്ച് ആൾക്കാർ സഹായിക്കും. അപ്പൊ നമ്മളെ എന്നോട് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്നതിലേക്ക് അപ്പൊ ഈ ഒരു എലിമെന്റാലിറ്റി നിങ്ങൾക്ക് എപ്പോഴും തന്നെ വേണം. ഇതിനോട് യു വിൽ ഗെറ്റ് ദ എക്സ്പോഷർ.
നമ്മുടെ പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ നിൽക്കപ്പെടാം, ഒരു ഓഫീസിൽ നിൽക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഇൻസിഡൻസ് നമ്മുടെ അതിന് നമ്മൾ രണ്ട് ഇൻസ്റ്റൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ്. റിയാക്ഷൻ റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ അത് വളരെ കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾ അടിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വരികയാണ്. ഈ അടിക്കാൻ വരുന്ന സമയത്ത് എന്ന് പറയുന്നത് ചിലരത് തടയാനായിട്ടായിരിക്കും നിൽക്കുന്നത്. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരെ അതേ സ്പോട്ടിൽ തരം അടിക്കാനായിട്ട് ആ റിയാക്ഷൻ ശരിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസ് ആണ് ആവശ്യം. റെസ്പോൺസ് എന്ന് പറയുന്നത് ഇയാൾ അടിക്കാൻ വരികയാണ്. അപ്പൊ നമ്മൾ ചെയ്യും, ഞാൻ ഇതേ ടോണിൽ അയാൾ ഉപദ്രവിച്ചു കഴിഞ്ഞു അതിനെ കുറിച്ച്. അപ്പോ നിങ്ങൾ റിയാക്ട് അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ റെസ്പോണ്ട് ആണ് ചെയ്യേണ്ടത്. റെസ്പോണ്ട് എന്ന് പറയുന്നത് റിയാക്ഷൻ ഇമ്മീഡിയറ്റ് സ്പോണ്ടേനിയസ് ക്വിക്ക് ആൻഡ് സ്പോണ്ടേനിയസ് ആക്ഷൻ ആണ്. നമ്മുടെ സ്റ്റിമുലസ് പോലെ തന്നെയാണ്. നമുക്ക് ചില കിട്ടത്തില്ല, നമ്മൾക്കത് നമുക്ക് ചില നമ്മൾ അത് ഈ പ്രായത്തിൽ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് പറഞ്ഞു നടത്തുന്ന പ്രായമാണ്. ഇപ്പോഴേ നമ്മൾ അതൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇഷ്യൂസ് വരാൻ നമ്മൾക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റും. റെസ്പോണ്ട് നമ്മളൊരു ഇഷ്യൂവിൽ നോക്കുന്ന സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഓർത്തോളൂ, നമ്മൾ ആലോചിച്ച് നമുക്കിപ്പോ നമ്മളൊരു ഗ്രൂപ്പിൽ തന്നെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ഉണ്ടാകുന്നുണ്ട്. ദേ ആർ വെരി ഡേഞ്ചറസ് പീപ്പിൾ. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ. പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ അവര് നമുക്ക് ഒരു പ്രോഫിറ്റ് ജനറേറ്റർ ആയിരിക്കുക. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ നല്ല പെർഫോമർ ആയിരിക്കും. ഈ പറയുന്ന 10 ക്യാരക്ടേഴ്സ് 1 2 3 ക്യാരക്ടർ അത് ഡേഞ്ചറസ് ആണ്. പക്ഷെ ഇവരെ ആരെയും നമുക്ക് അവോയ്ഡ് ചെയ്ത് വിടാൻ പറ്റുന്നില്ല. അതിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് പൈലറ്റ്. ആ ക്യാരക്ടർ ഓട്ടോമാറ്റിക് പൈലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് നിങ്ങൾ ഓട്ടോമാറ്റിക് പൈലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് ടൈം 9 മണിയാണെന്നുണ്ടെങ്കിൽ 8:59 അവിടെ വെയിറ്റ്. 6 മണി ടൈം ആണെന്നുണ്ടെങ്കിൽ 6 മണി വരേക്ക് അവിടെ കാണും. ഇടയിൽ പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലം കാരണം വെച്ച് കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് ടൈം മാനേജ് that is very dangerous. വീട്ടുകാരെ സംബന്ധിച്ചോളം പറയുന്നത് ഒരു പുതിയ അസൈൻമെന്റ്സ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരനെ സംബന്ധിച്ചോളം ആ ഓർഗനൈസേഷന്റെ ഗ്രോത്തോ അതോ എപ്പോഴും ഓർക്കുകയാണ്. നമ്മൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് 2 രീതിയിൽ വർക്ക് ചെയ്യാമെന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും വെച്ചാൽ നമുക്ക് we can work for the family and we can work for the career. നമ്മൾ എപ്പോഴും നമ്മളൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ആ ഓർഗനൈസേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. We are the eyes and ears of the company. എനിക്കൊരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഫൈനാൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനുള്ള ലോക്കലി ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് പ്രോബ്ലം ആര് വഴിയാണ് അറിയുന്നത്, ഞാൻ വഴിയാണ് അറിയുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ പ്രോബ്ലം കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ അങ്ങനെ ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ it will affect the growth of the company. Even in the pharma marketing sector, those company who is giving unit-wise growth 10 to 15%, this shows that the company is in the growing position. Why I say unit-based growth എന്ന് പറയുന്നത് നമ്മൾ എല്ലാം നമുക്ക് റെമ്യൂണറേഷൻ റിസോഴ്സ് വഴിയാണ് നോക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ ടാബ്ലറ്റ് നമ്മൾ സെയിൽ ചെയ്തു, അതിന്റെ MRP 1 രൂപയാണ്. പക്ഷെ നമ്മളത് 2 ടാബ്ലറ്റ് ആക്കി നെക്സ്റ്റ് ഇയർ അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കമ്പനിക്ക് ഗ്രോത്ത് കിട്ടുന്നത്. അനദർ തിങ്, ഈ ടാബ്ലറ്റിന്റെ വില 1 രൂപ യൂണിറ്റ് വൈസ് ഇൻക്രീസ്. പക്ഷെ എന്താ പറ്റിയിരിക്കുന്നത് കാര്യം വെരി ഡേഞ്ചർ. കാര്യം വെച്ചാൽ ബേസിക് ആയിട്ട് നമ്മുടെ ആ യൂണിറ്റ് പിന്നെ മിസ്സിംഗ് എന്നുള്ള ക്യാരക്ടർ പുള്ളിക്കാരൻ അല്ലാതെ പുള്ളിക്കാരി വഴി 15 മിനിറ്റ് മതി ഒന്ന് റെഡിയാകാൻ.
കൂട്ടി ചെയ്യുക അത് നല്ല രീതിയിൽ അടുക്കി വെച്ചാൽ ചെയ്തു, കാർ വാഷ് ചെയ്തു, അതേ രീതിയിൽ തന്നെ വരും. നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു സ്റ്റേജിലോ ഒരു പ്ലാറ്റ്ഫോമിലോ പോകാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്ക് ഇംപ്രഷൻ ഉണ്ട്, ഫസ്റ്റ് ഇംപ്രഷൻ. നമുക്ക് ഞാൻ അടുത്ത പ്രാവശ്യം വന്നിട്ട് നല്ലവണ്ണം ഇംപ്രസ് ചെയ്യാൻ അത് ഫസ്റ്റ് ഇംപ്രഷൻ ആകുമ്പോൾ നെവർ. സോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മളെന്ന് പറയുന്നത് റെസ്പോണ്ടായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്താണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ പെട്രോളിൽ നമ്മുടെ കണ്ണാടികൾ പിന്നെ പല പ്രാവശ്യം നമ്മുടെ ടൈം എടുത്തിട്ട് പോകണമെന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന ഇന്റർവ്യൂ പോകണമെന്ന് പറയുന്നത് 4-5 VIPs തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് പറയുന്നത് അതിന് സീറ്റ് ഓഫർ ചെയ്യുന്ന സമയത്ത് മാത്രമേ സീറ്റ് ഓഫർ ചെയ്യാവൂ. നമ്മളവിടെ ചെന്നിട്ട് കൈ അടിക്കുക നമ്മൾ പാടില്ല. നമ്മളൊരു പൊസിഷൻ കൈ വെച്ചിട്ട് അവർ പറയുന്ന റെസ്പോൺസ് ഫസ്റ്റ് നമ്മളെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ യൂസർ നമ്മൾ ഫ്ലോ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയും. നിങ്ങളെല്ലാവരും at that time if they are asking for what is your salary expectation, salary അവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഓർഗനൈസേഷൻ പിന്നെ നമ്മൾക്ക് the day first when we join in that ആ ക്യാരക്ടർ അനുസരിച്ചിട്ട് അവര് അവർ ഇങ്ങോട്ടേക്ക് റെസ്പോണ്ട് ചെയ്യും. നമുക്ക് തന്നെ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയും. You can migrate to some other company. നമുക്ക് ആ പീരീഡ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ പീരീഡ് ആണെന്ന് പറയുന്നത്. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ പീരീഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആകെ തന്നെ നോക്കുക. ഫസ്റ്റ് ഇസ് ദ ഫസ്റ്റ്. അതിന് നമ്മളെ പ്രൈസ് ചെയ്യും. നമുക്ക് എന്നും അപ്രീസിയേഷൻ ആയിക്കോളും. നമുക്ക് ഏത് ഫീൽഡിലാകട്ടെ. പിന്നെ ഇതിൽ വേറെ കാറ്റഗറി നമ്മുടെ ഓഫീസിൽ തന്നെ ഡ്രാമ ക്യൂൻസ് എന്ന് പറഞ്ഞിട്ട് ഡ്രാമ ക്യൂൻസ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് മിസ്ലീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഒരു കാര്യമല്ലാതെ കാണാതില്ല, മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കും. ഇവരെല്ലാവരും നമുക്ക് ഡേഞ്ചർ ആകുന്നു. അടുത്തത് കമ്പനിയെ തന്നെ സ്പോയിൽ ചെയ്യാനായിട്ട് കുറച്ചാണ് നമ്മൾ ക്യാൻസർ എന്ന കാറ്റഗറിയിലാണ് നമ്മൾ അവരെ പൊസിഷനിങ് ചെയ്യുന്നതാണ്. ഒരു കാര്യം പറ്റില്ല, അവർ നമ്മുടെ മാർക്ക്. അടുത്തത് കാറ്റഗറി ഹോം മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഹോം മേക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വീട്ടിൽ നിന്ന് അടുത്തൊരു ഫോൺ ചിലപ്പോൾ നമ്മൾ പനി നമ്മൾ ആ ജോബ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഉടനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ എൻജോയ് ഡിഫറെന്റ് ആണ്. ഗവൺമെന്റ് സെക്ടർ എന്ന് പറയുന്നത് year and year but they will get different because ഞാൻ ഗവൺമെന്റ് ഞാൻ വലിയ മാർക്കറ്റിംഗ് വന്നിട്ടുണ്ട്. ഞാൻ ചേഞ്ച് നിൽക്കും ഓർഗനൈസേഷൻ. അപ്പൊ അതിലൊരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ല് പണ്ടുള്ള ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ മാത്രമേ നമുക്ക് കഴിഞ്ഞ റോങ് മിത്താണ്. അതങ്ങനെ തിങ്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല. Now those persons who are working in the industry, even the or as a marketing person, or as a teacher, or as a researcher, the exposure they are getting, നമ്മുടെ കരിയറിൽ തന്നെയെന്ന് പറയുന്നത് ഒത്തിരി ഫാർമ പീപ്പിൾസ് ഒക്കെ നമുക്ക് കമ്പനിയുടെ എക്സ്പെൻസസ് ഫ്ലൈറ്റ് ഇതെല്ലാം നമ്മുടെ ഫാർമ ഇൻഡസ്ട്രിയിൽ കറക്റ്റ് പ്ലേസിൽ നമ്മൾ പൊസിഷൻ ചെയ്ത് നമ്മൾ ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പാഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് I started my career at the age of 24. 20 years സർവീസായി ഞാൻ പബ്ലിഷ് വന്നിട്ടുണ്ട്. അതൊക്കെ റിസ്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമ്മളൊരു ജോബ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ന് പറയുന്നത് അപകരിക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ സമയം ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഇപ്പോ അത് മണി
ടെസ്റ്റ് പോലെ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, ഞാൻ വളരെ ക്രിസ്പി ആയിട്ട് കൺസൈസ് ആയിട്ട് മാത്രമേ പറയുന്നു. നിങ്ങളുടെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യാതിരിക്കുന്നില്ല, എന്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു. സോ അപ്പൊ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ച് അത് വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ നമ്മൾ അവരോട് കൺവേ ചെയ്യുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഡെലിബറേഷൻ അത് കേൾക്കുന്ന നമുക്ക് ഇങ്ങനെ വളരെ ആലോചനകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാല്യുബിൾ ടൈം എന്ന് പറയുന്നത് മണിത്തം അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. പക്ഷെ നമ്മൾ ആ ഒരു ക്വാളിറ്റി പറയുന്നത് നമ്മളൊരു മെസ്സേജ് ഇപ്പൊ നിങ്ങളുടെ ഡേ ടു ഡേ നിങ്ങളുടെ വൈഫ നിങ്ങളുടെ ക്ലാസ് ആണെങ്കിൽ നമ്മളെ മെസ്സേജ് പാസ് ചെയ്യുന്ന 3 ways ആണ്. നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ കേൾക്കുന്നത്. ഞാൻ ഈ നിങ്ങളോട് ഞാൻ കുറച്ച് ഒരു മെക്കാനിസം എന്തെങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോഴേക്കും നമ്മൾ അത്രയും അറ്റൻഷൻ പേ ചെയ്ത് അങ്ങോട്ട് ചോദിക്കുക ഞാൻ എന്താ പറഞ്ഞത് എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് കേൾക്കുന്നയാള് ഞാൻ എന്നെ കേൾപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അത് പറ്റുമെന്ന് അറിയാമോ? എനിക്ക് തന്നെ അത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഞാൻ പറഞ്ഞ മെസ്സേജ് കറക്റ്റ്. ചിലപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് പിന്നെ അതോടുകൂടി കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞില്ല. 3 parts ആണ്. ഇംപ്ലിമെന്റേഷൻ എന്നുള്ള പാർട്ടുണ്ടെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾ റൈറ്റ് വേയിൽ അത് കേൾക്കും. ഫൈനലി വിത്ത് യു അത് ഇംപ്ലിമെന്റേഷൻ എന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകത്തുള്ളൂ. ഇപ്പോ നമ്മളെന്താ വെച്ചാൽ അസൈൻമെന്റ് ഏതെങ്കിലും തന്നെ ആരും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ഡെഡ്ലൈൻ മീറ്റ് ചെയ്യും. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത് അപ്പൊ തിരിച്ചത് റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ ആ ടൈമിൽ ഡെഡ്ലൈനിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ കമ്മ്യൂണിക്കേഷന് ഒരു വാല്യൂ ഉണ്ടാകുള്ളൂ. വളരെ ഇപ്പൊ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ തനിയെ എന്ന് പഠിക്കുന്നത് കമ്പൈൻ സ്റ്റഡി ഇപ്പൊ 2 പേര് ഞാൻ വായിച്ചു കൊടുക്കുന്നു, അത് തന്നെ അവർ റെസിപ്രോക്കേറ്റ് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ 2 പേരും പഠിക്കുന്നു. അതാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ നമ്മുടെ ജോണി ഡോക്ടറെ പഠിച്ചുകൊണ്ടിരുന്ന പല കുട്ടികളും അവിടെ ചിലപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 20 സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ അവർ പിന്നെ റെഫർ ചെയ്യും. ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്നത് നമ്മുടെ സാറുകളുടെ നേച്ചർ ഓഫ് സാറ് ഫാർമസ്യൂട്ടിക്സ് കെമിസ്ട്രി പഠിക്കുന്നത്. ബേസിക് റിംഗ് സ്ട്രക്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. സാർ നമ്മളെ കൊണ്ടെന്ന് പറയുന്നത് ബോഡിയിൽ ലഭിക്കും. അപ്പൊ ആ ഒരു സിസ്റ്റം നോട്ട്സ് എല്ലാം പഠിക്കുന്നവരുടെയൊക്കെ എന്ന് പറയുന്നത് നല്ല ഇവൻ തന്നെ ഒരു എന്റെ പാഷൻ തന്നെ നമ്മുടെ കോളേജിൽ കൂടുതൽ ഈ 2 പേരും എന്ന് പറയുന്നത് ഞാൻ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് പറയുന്നത് ഡ്രഗ് ഇൻസ്പെക്ടർ നമ്മളെല്ലാം ഒരു ഫസ്റ്റ് ടൈമിൽ വരുന്ന ആൾക്കാരാണ്. ഞാനും ഗവൺമെന്റ് സ്റ്റഡീസിലാണ്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്തില്ല. In the year of 2014, I joined. I taken the lead as a pharmacist. Drug inspector exam എഴുതിക്കൊണ്ടാണ് ഈസിയാണ്. ബട്ട് ഫീസ് വാക്കൻസീസ് ഒക്കെ കുറവായിരുന്ന സമയത്ത് അത് പോയി. അത് അങ്ങനെ പറ്റി കാര്യങ്ങളുള്ളത്. അപ്പൊ അത് ഞാൻ സിസ്റ്റം പാസ് ചെയ്യാൻ ഇന്ന സ്ട്രക്ചർ പഠിക്കുക എന്ന് പറയുന്നത് സാറ് അപ്പൊ അത് എഴുതി കഴിയുന്ന സമയത്ത് മാത്രമേ ക്ലാസ്സിൽ പുറത്താക്കുള്ളൂ. ഈ ഒരു പ്രൊസീജിയേഴ്സ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് പല പഠിക്കുന്ന കുട്ടികളും അവിടെ അഡ്മിഷൻ എടുത്തില്ല, നേരെ വേറെ കോളേജിലാണ്. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു PSC എക്സാം എഴുതുന്നതാണെങ്കിൽ തന്നെ നമുക്കൊരു സെക്കൻഡറി അസിസ്റ്റന്റോ നമുക്ക് അതിനേക്കാളും ചാൻസ് കൂടുതലാണ്. സമയത്ത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാത്രം
വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ഇൻഡസ്ട്രിയൽ ലെവലാണെങ്കിൽ നമുക്ക് PSC ലെവലാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ താളമാക്കി വേണം നിങ്ങൾ പുറത്തോട്ടേക്ക് പോകാനായിട്ട്. ഒരിക്കലും വിചാരിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ജനമായിട്ട് അങ്ങനെയല്ല. നമ്മൾ പഠിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആവറേജ് സ്റ്റുഡൻസ് ആയിട്ട് പിന്നെ നമ്മൾ ഇതിൽ വന്നിട്ട് നമ്മൾ സബ്ജക്ട് പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ എന്റെ പ്രൊമോഷൻ മനസ്സിലാവണം. ആ രീതിയിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 വർഷമായപ്പോൾ തന്നെ remuneration എന്ന് പറയുന്നത് മാത്രമേ remuneration they are gaining per month is multiplied by 1.5 times plus exposure മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഞ്ചിനീയറിംഗ് നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കോഴ്സ് ഫാർമസിയിലാണ്. എനിക്ക് എംഫാമിന് പോകാൻ പറ്റില്ല. കാര്യം എന്ന് പറയുന്നത് ഞാൻ ബി ഫാർമസി കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 മാസത്തെ ബ്രേക്ക് എടുത്തു ജസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ 6 months എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷറിന് ബാക്കിയുള്ള കാര്യങ്ങൾ പറ്റി പിന്നെ ഞാൻ അതിലൂടെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ ആയിരുന്നു. എനിക്ക് ഞാൻ സെമിനാർസ് പിന്നെ കമ്പനിയിൽ തന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഭാഗം വരുന്ന സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഈ റിയൽ ക്യാരക്ടർ നമ്മളെ കാണിക്കരുത്. ഇപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ജൂനിയർ ആയിരിക്കാം, കുറച്ചുകൂടെ നമ്മളെക്കാൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള നമ്മൾ അതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഗ്രോത്തിനെ എഫക്ട് ആകും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചാൻസസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. നമ്മളത് പോളിഷ് ചെയ്ത് നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതില് എത്ര പേർക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ലെവൽ അറിയില്ല. ഇൻഡസ്ട്രി എല്ലാവരും ഫാർമസിസ്റ്റ് ആണോ ആഗ്രഹിക്കുന്നത്? ടീച്ചിങ് ലെവൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്കില്ല് നമ്മളത് പ്രഷർ ചെയ്ത് എടുക്കണം. ഞാൻ ടീച്ചിങ് ചോദിച്ചു, ഫാർമസി ചോദിച്ചു, മെഡിക്കൽ ലെവൽ തന്നെയാണ്, ബിസിനസ് ലെവൽ തന്നെയാണ്. ഓക്കെ, സ്കോപ്പിക്കുന്നത് അത് മാത്രമല്ല കേട്ടോ. നമ്മൾ PhD ലെവൽ എന്റെ ഫ്രണ്ട്സ് പ്രിൻസിപ്പൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന പ്രോസസ് ജാർഖണ്ഡ് ക്ലാസ്മേറ്റ്സ് വരുന്നതാണ്. കേരള ഇപ്പോ ഞാൻ ഈ ഫാർമസി പഠിക്കുന്ന ഫസ്റ്റ് പ്രിൻസിപ്പൽ ആയിട്ട് വൈസ് പ്രിൻസിപ്പൽ 2003 ഇവിടെ ഉണ്ടായിരുന്നു. സാർ നമ്മുടെ പ്രൊഫസറാണ്. സാർ അതുകൊണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ സ്കോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഇത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങളത് കൂടുതൽ റിസർച്ച് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോബ് നമുക്ക് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ അവിടെ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടായിരിക്കും ഗവൺമെന്റ് സർവീസിലുള്ള കൊടുത്ത് വർക്ക് ചെയ്ത പുള്ളിക്കാരെ പാസ് ഔട്ടാണ് 2014. അപ്പൊ പുറത്ത് പഠിക്കും. പക്ഷെ പുള്ളിക്കാരി ഇതേ വ്യക്തികളെന്ന് പറയുന്നത് 10 years ആണ്. ഇതേ വ്യക്തി കരിയർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ബേസിക് എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഈ കോഴ്സ് കോഴ്സിനെ കുറിച്ച് ബ്ലെയിം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ച കോഴ്സിനെ കുറിച്ച് ഇഷ്ടപ്പെടാതെ നമ്മൾ പഠിച്ച കോഴ്സിനെ കുറിച്ച് ബ്ലെയിം ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. ചെയ്യണം നമ്മൾ കോഴ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്യാഷ്
നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കേരളയില് ഏറ്റവും വലിയ റിട്ടേൺ ചെയ്യാനായിട്ട് മാറിയിരിക്കുകയാണ് ആശ്വാസ ഫാർമസി. ഈ ആശ്വാസ ഫാർമസി എന്ന് പറയുന്ന ഫാർമസി വർഷങ്ങൾക്ക് മുമ്പ് ഐ തിങ്ക് 2008 വളരെ ഒന്നോ രണ്ടോ ഷോപ്പ് മാത്രം എല്ലാ ഫാർമസിസ്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്തത്. എല്ലാ ഫാർമസിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. എല്ലാവരുടെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നത്. അപ്പോ നിങ്ങളൊരു വിഷൻ ഇല്ലാതെ കാരണം നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞ ക്യാമ്പസ് ഇടുകയും അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ യു ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ്. യു ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ്. റിസർച്ച് എല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. ടീച്ചിങ് പ്രൊഫഷൻ, PhD പ്രോഗ്രാം, ഇൻഡസ്ട്രി നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കേരളം വളരെ കുറവാണ്. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വേറെ സാലറി സ്റ്റൈഫൻഡ് ആയിട്ട് വരുന്നത് പഠിക്കുക. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ ഇൻഡസ്ട്രി തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ സ്കോപ്പ് മനസ്സിലാക്കി നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും താമസമോ കാര്യങ്ങളോ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സൈഡോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസി സൈഡോ I will help you out. Even in the marketing sector was concerned, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ I can help you out. ഈ ഫ്രണ്ട്സ് ഒരു പേര് നമുക്ക് ആ പൊസിഷനിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പ്രസന്റ് ഞാൻ ഈ മാർക്കറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു GC ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നത് യു ക്യാൻ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഈ കോഴ്സ് എന്ന് പറയുന്നത് വളരെ നിങ്ങളൊരു വണ്ടർഫുൾ കോഴ്സിലാണ് ഇരിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ പഠിച്ചു ഫ്ലൈയിങ് കളർ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്കോപ്പ് നിങ്ങൾക്ക് ഇതേവരെയും മനസ്സിലായിട്ടില്ല. ഇത് അറിവ് കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ എങ്ങനെ മനസ്സിലാണോ അതിന്റെ പ്രോഡക്ട്സ് ഉണ്ടോ? സീനിയേഴ്സ് ഉണ്ടോ? അവരുടെ നല്ല കോമേഴ്സ് വരണമെന്ന് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് അതൊരു പാഷനോട് കൂടി തന്നെ ആയിരിക്കണം. നിങ്ങൾ നല്ല സബ്ജക്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെ പുറത്തിറങ്ങണം. കമ്മ്യൂണിക്കേഷൻ വാസ് കൺസേൺ പറയുന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ട്രെയിനിൽ നിന്നാണ് ബോട്ടം ഓഫ് ദ ഹാർട്ട്. അതിൽ തന്നെ ഉറച്ചു നിൽക്കണമല്ലോ. നമ്മുടേതായിട്ടുള്ള കുറച്ച് പെർഫോമൻസ് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഒരുപക്ഷെ നിങ്ങളുടെ ആൾക്കാര് ഡയറക്ടർ നിങ്ങൾക്ക് ഒരു എയിം എന്തായാലും തന്നെ ഫാർമസി കോഴ്സ് ആവശ്യമാണ്. ഞാനും ആദ്യം പഠിച്ച സമയത്ത് ഞാൻ ഫാർമസി കോഴ്സിലായി വളരെ എൻട്രൻസ് ചെയ്തപ്പോൾ ഡ്രില്ലിൽ വന്നിട്ട് പോയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഞാനും അപ്പോ റഷ്യ ആ രീതിയിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് എന്റെ ക്ലാസ്മേറ്റ്സ് 3-4 പേര് പോയിട്ടുണ്ട്. എന്നിട്ടും അവിടെ എന്നിട്ട് ഞാൻ കോയമ്പത്തൂർ PDS പോകാൻ അതിന്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ബികോം കഴിഞ്ഞിട്ട് ഞാൻ ശിവകാശി SP കോളേജ് വന്നിട്ട് നല്ലൊരു കോളേജായിരുന്നു. അവിടെ പോകാനുള്ള PhD ആയിരുന്നു. അത് ഒത്തിരി കാര്യങ്ങൾ തന്നെ ഷോർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക്
ബിസിനസ് മാനേജ്മെന്റ് IBM എന്നുള്ള സബ്ജക്ട് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു സബ്ജക്ട് ആയിരുന്നു നമ്മളെ റിസർച്ചിന് പോകുന്ന കമ്പനിയിൽ എന്ന് പറയുന്നത് അവിടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ലീഗൽ കംപ്ലീറ്റ് നമുക്ക് തറവായിരുന്നു. എത്രയോ പേര് LLB കഴിഞ്ഞ് ആ ഒരു സെക്ടറിലേക്ക് പോകുന്നുണ്ട്. അവർ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് നിന്നിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ കമ്പനി ഈസ് പേയിങ് മച്ച് മോർ എന്ന് പറയുന്നത്. രണ്ട് സുഹൃത്ത് LLB കഴിഞ്ഞിട്ട് കോഴ്സ് നല്ല മികച്ചതായിരുന്നു. ഞാൻ ഒത്തിരി കാര്യം ഞാൻ ഡെക്കറേഷനോട് ഞാൻ പോകുന്നില്ല. ഇതൊക്കെയാണ് കുറച്ച് നല്ലത്. നെക്സ്റ്റ് ടൈം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലുണ്ടാക്കി ഞാൻ കുറച്ച് സ്ലൈഡ് പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കായി പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ വരട്ടി ചെയ്തിരുന്നത് ഈ ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് എന്റെ ഞാൻ ചേഞ്ച് ആയ കാര്യം നമുക്ക് എവിടെ ഏത് ടൈമിലാണ് ചേഞ്ച് ആയത്. Concluding my section. So anyway, thank you for your wonderful attention.